വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധരായ മനുഷ്യരെയും നൂറ്റാണ്ടുകളോളം രക്ഷകനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെയും കഥകൾ നമ്മൾ കാണുന്നുണ്ട്. കാത്തിരുന്ന് കൃപ ലഭിക്കാൻ, കാത്തിരുന്ന് കർത്താവിൻ്റെ അനുഗ്രഹത്തിലേക്ക് കടന്നു വരാൻ, കാത്തിരുന്ന് കർത്താവിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ അവിടുന്ന് നമ്മയും ക്ഷണിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഈ ധ്യാനത്തിൽ പ്രത്യേകമായി കർത്താവിൻ്റെ കൃപ കാത്തിരുന്ന് നേടിയ കുറച്ച് മനുഷ്യരെ പരിചയപ്പെടാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബൈബിളിൻ്റെ പല ഏടുകളിലായി കിടക്കുന്ന കുറച്ച് മനുഷ്യർ. ആദ്യം ഏറ്റവും വിശ്വാസികളുടെ പിതാവായ അബ്രഹാം തന്നെ. 75 വയസ്സാകുമ്പോൾ അബ്രഹാമിന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാകുന്നു, നിന്നെ വലിയൊരു ജനതയുടെ പിതാവാക്കി ഞാൻ മാറ്റും. 75 വയസ്സുള്ള പ്രായമേറിയ, സ്വന്തമായി തനിക്ക് താലോലിക്കാനും വളർത്താനും ഒരു മകനില്ലാത്ത അബ്രഹാത്തിനോടാണ് ദൈവം ഈ വാഗ്ദാനം പറയുന്നത്. ആ വാഗ്ദാനം സ്വീകരിച്ച് നീണ്ട 25 വർഷങ്ങളുടെ കാത്തിരിപ്പ് അബ്രഹാത്തിനുണ്ടാകുന്നു. 25 വർഷങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും ദൈവം പറഞ്ഞ വാഗ്ദാനം തൻ്റെ ജീവിതത്തിൽ നിറവേറുകയില്ല എന്ന് അയാൾ കരുതുന്നില്ല. ആ 25 വർഷവും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും കേട്ടിട്ടില്ലാത്തൊരു പ്രായത്തിൽ തൻ്റെ 100ാമത്തെ വയസ്സിൽ അബ്രഹാത്തിന് വാഗ്ദാനത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം അവന് ലഭിക്കുന്നു. ഇസഹാക്ക് ജനിക്കുന്നു. ആ 25 വർഷങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള പലായനങ്ങൾ, ഭാര്യയോടുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അവളുടെ വാക്ക് കേട്ട് പലതും അനുസരിക്കേണ്ടി വരുന്ന അവസ്ഥ, അതെല്ലാം അബ്രഹാത്തിൻ്റെ ജീവിതത്തിലുണ്ടാകുന്നുണ്ട്. പിന്നീട് നമ്മൾ ബൈബിളിൻ്റെ ഏടുകൾ കാണുന്നു, രണ്ടാമതൊരാൾ, അയാളുടെ പേര് ജോസഫ് എന്നാണ്. നമ്മൾ സാധാരണ ഇതിൽ പൂർവ്വപിതാവായ ജോസഫ് എന്ന് പറയും. ജോസഫിൻ്റെ 17ാമത്തെ വയസ്സിൽ ജോസഫ് ഒരു സ്വപ്നം കാണുന്നു. അയാളുടെ സഹോദരന്മാരും മാതാപിതാക്കളുമെല്ലാം വയലിൽ നിന്ന് കറ്റ കെട്ടുകയാണ്. കറ്റ കെട്ടുമ്പോൾ ജോസഫിൻ്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കുന്നു. ബാക്കി 11 സഹോദരന്മാരുടെയും കറ്റയും എഴുന്നേറ്റ് നിൽക്കുന്നു. എന്നിട്ട് ആ കറ്റകളെല്ലാം ജോസഫിൻ്റെ കറ്റയെ വണങ്ങുന്നു. ഈ താൻ കണ്ട ഈ സ്വപ്നം മറ്റുള്ളവരോട് പറയുമ്പോൾ അവർ അവനെ പുച്ഛിക്കുന്നുണ്ട്, വെറുക്കുന്നുണ്ട്. പിന്നീട് ഈ വെറുക്കപ്പെട്ട സഹോദരനെ അടിമയായി വിൽക്കുകയും പിന്നീട് പൊത്തിഫറിൻ്റെ കീഴിലും ഫറവോയുടെ കീഴിലുമെല്ലാം അത്ഭുതകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ ജോസഫ് കടന്നു പോകുന്നു. പല വേദനകളിലൂടെ കടന്നു പോകുന്നു. തടവുകാരനാക്കപ്പെടുന്നു. മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സ്വന്തം ജനിച്ച സ്ഥലവും വിട്ടുപിരിഞ്ഞ് ജോസഫിന് കഴിയേണ്ടി വരുന്നു. പിന്നീട് നമുക്കറിയാവുന്നതുപോലെ ഈജിപ്ത് ദേശത്ത് വലിയൊരു ക്ഷാമം ഉണ്ടാകുന്നു. അവിടെ ഫറവോയുടെ കീഴിൽ ആ രാജ്യത്തിൻ്റെ രണ്ടാമനായി എല്ലാ ഭരണകാര്യങ്ങളും നോക്കി നടത്തുന്നത് ജോസഫാണ്. അന്ന് 17 വർഷങ്ങൾക്ക് ശേഷം ജോസഫിൻ്റെ സഹോദരന്മാർ വന്ന് അയാളുടെ മുമ്പിൽ നിന്ന് അയാളെ താണു വണങ്ങുന്നു. ഈ നീണ്ട വർഷങ്ങൾക്കിടയിൽ ജോസഫ് തന്നെ ഉപേക്ഷിച്ച് സഹോദരന്മാരെ വെറുക്കുകയോ തന്നെ വഴി നടത്തിയ കർത്താവിനെ തള്ളിപ്പറയുകയോ ചെയ്യുന്നില്ല. അയാളുടെ മുമ്പിൽ അയാളുടെ ധാർമ്മികതയ്ക്കും അയാളുടെ വിശ്വാസത്തിനും കോട്ടം വരുന്ന, ചോദ്യം വരുന്ന പല ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ അതൊന്നും ജോസഫിൻ്റെ ആത്മീയ മനുഷ്യനെ തളർച്ചയിലേക്ക് നയിക്കുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, ആ ഈജിപ്ത് ദേശത്ത് നിന്ന് വർഷങ്ങൾ നീണ്ട അടിമത്തം അവസാനിപ്പിച്ച് ഇസ്രായേൽ ജനം വാഗ്ദത്ത പ്രദേശത്തേക്കുള്ള യാത്രയിലേക്ക് പോവുകയാണ്. ഏറിയാൽ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ എത്താവുന്ന അത്ര ദൂരത്തിലാണ് വാഗ്ദത്ത പ്രദേശം, കാനാൻ ദേശം ഉള്ളത്. പക്ഷേ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതം നീണ്ട 40 വർഷങ്ങൾ ഔഷധ ഭൂമിയിൽ ഉഴലുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഭക്ഷണമില്ലാതെ പോകുന്ന അവസ്ഥ, വെള്ളമില്ലാതെ പോകുന്ന അവസ്ഥ, കഠിനമായ ചൂട്, പലപ്പോഴും മറ്റ് രാജാക്കന്മാർ ഇവരെ എതിരിടാൻ വരുന്ന യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങൾ. ഈ സാഹചര്യങ്ങളിലൊക്കെ അതിജീവിച്ച് ഏതാണ്ട് ആ നാട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ട ഏതാനും കുറച്ച് പേരുടെ ബാക്കിയുള്ള എല്ലാവരുടെയും മരണം കണ്ട് ഇസ്രായേൽ ജനം നീണ്ട 40 വർഷങ്ങൾക്ക് ശേഷം വാഗ്ദത്ത ഭൂമിയിലേക്ക് കയറുന്നു. ആ 40 വർഷത്തെ ജീവിതത്തിൻ്റെ ഇസ്രായേൽ ജീവിതമാണ്
നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്ന നോമ്പിൻ്റെ 40 ദിനരാത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ദാവീദ് രാജാവ് തൻ്റെ മാർഗം വിട്ട്, ദൈവത്തിൻ്റെ മാർഗം വിട്ട് അകന്നു പോകുന്ന സാമൂലിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിക്കാൻ സാമൂൽ പ്രവാചകനെ യൂദാ പ്രദേശത്തേക്കുള്ള ജെസ്സയുടെ ഭവനത്തിലേക്ക് ദൈവം അയക്കുന്നു. അവിടെ അയാളുടെ ഒരു മകൻ ഇസ്രായേൽ രാജാവായി മാറുമെന്ന് പ്രവചനം. ജെസ്സെ തൻ്റെ മൂത്ത 7 പുത്രന്മാരെ കൊണ്ടുവന്ന് സാമുവേലിൻ്റെ മുൻപിൽ നിർത്തുന്നു. ദൈവം സാമുവേലിൻ്റെ ഉള്ളിൽ മന്ത്രിക്കുന്നു, ഇവരാരുമല്ല. സാമുവേൽ ഒരുക്കും ചോദിക്കുന്നു, ഇവരല്ലാതെ നിനക്ക് മറ്റൊരു മകനുണ്ടോ? ജെസ്സെ പറയുന്നു, ഉണ്ട്. ഇപ്പോൾ അവൻ കാല് വളർത്താനായിട്ട് പോയിരിക്കുകയാണ്. അവനെ കൊണ്ടുവരാൻ സാമുവേൽ ജെസ്സയോട് ആവശ്യപ്പെടുന്നു. ജെസ്സയുടെ മുമ്പിലെത്തുന്ന പവിഴ നയനങ്ങളും മനോഹരവുമായ നിറവുമുള്ള ദാവീദിനെ കണ്ടിട്ട് ദൈവം അയാളോട് ആവശ്യപ്പെടുന്നു, അവനെ അഭിഷേചനം ചെയ്യണം. ഇത് സംഭവിക്കുമ്പോൾ ദാവീദിന് 17 വയസ്സാണ് പ്രായം. അന്ന് സാമുവേൽ അഭിഷേചനം ചെയ്യുന്നതോടുകൂടി ദാവീദ് ഇസ്രായേലിന്റെ രാജാവായിട്ട് മാറുന്നു. പക്ഷെ അയാൾക്ക് സിംഹാസനം ലഭിക്കുന്നില്ല. വീണ്ടും 15 വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷമാണ് സിംഹാസനത്തിലേക്ക് ദാവീദ് കാലെടുത്ത് വെക്കുന്നത്. ആ 15 വർഷത്തിനിടയിൽ ദാവീദ് കടന്നു പോകുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ട്. സ്വന്തം രാജാവ് തന്നെ അയാൾ വെറുക്കുന്നു. യുദ്ധത്തിൻ്റെ മേഖലകളിലൂടെ കടന്നു പോകുന്നു. മരുഭൂമിയിലും ഗുഹയ്ക്കുള്ളിലും കഴിയേണ്ടി വരുന്നു. ക്ലേശങ്ങളുടെയും വേദനകളുടെയും ദുഃഖത്തിൻ്റെയും 15 നീണ്ട വർഷങ്ങൾക്ക് ശേഷമാണ് ദാവീദ് കിരീടധാരണം നടത്തുന്നത്. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ഇപ്രകാരം നീണ്ട വർഷങ്ങളുടെ കാത്തിരിപ്പുള്ള ചില മനുഷ്യരെ കണ്ടുമുട്ടുന്നുണ്ട്. കർത്താവിനെ കാണാൻ വേണ്ടി ദേവാലയത്തിൽ കാത്തിരുന്ന അന്നയെയും അതുപോലെ ശിമയോനെയും ഓർക്കുക. ഈ പ്രവാചകിയായ അന്ന, ആശേർ വംശത്തിൽപ്പെട്ട അന്ന, അവളുടെ കൗമാരപ്രായം മുതൽ 7 വർഷം മാത്രം അവൾ ഭർത്താവിനോട് താമസിക്കുകയും പിന്നീട് വിധവയായ അന്ന ദേവാലയത്തിൽ കർത്താവിനെ കാണാൻ വേണ്ടി ഏറ്റവും കുറഞ്ഞത് 60 വയസ്സെങ്കിലും 60 വർഷമെങ്കിലും കാത്തിരുന്നിട്ടുണ്ട്. കാരണം കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ ആ പ്രായമേറിയ അമ്മയ്ക്ക് പ്രായം 84 വയസ്സാണ്. അതായത് ഏതാണ്ട് 50-60 വർഷങ്ങൾ അവൾ കർത്താവിനെ കാണാൻ വേണ്ടി ആ ദേവാലയത്തിൽ കാത്തിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ബെത്സദായിലെ കുളക്കരയിലുള്ള തളർവാദ രോഗി 38 വർഷം അയാൾ ഒറ്റക്കിടപ്പാണ് ആ കുളക്കരയിൽ. കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് 12 വർഷം നീണ്ട രക്തസ്രാവം ബാധിച്ചിരുന്ന ഒരു സ്ത്രീ കർത്താവിൻ്റെ ചേലയിൽ തൊട്ട് അവൾ സൗഖ്യം പ്രാപിക്കുമ്പോൾ അവൾ 12 വർഷത്തെ ദുരിത ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇതെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ചില കാത്തിരിപ്പുകൾക്ക് ചില സുഖമുണ്ടെന്ന് ഓർമ്മിപ്പിക്കാനാണ്. ചില അനുഗ്രഹങ്ങൾക്കിടയിൽ കർത്താവ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന നമ്മെ തന്നെ പരുവപ്പെടുത്തേണ്ട ചില വേദനകളുടെ നിമിഷങ്ങളുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ജീവിത സായാഹ്നങ്ങളിൽപ്പെട്ട് ഇനി എന്ന് മുന്നിൽ കാണാതെ നിൽക്കുന്ന ചില നിമിഷങ്ങളിൽ വചനത്തിലൂടെ കടന്നു പോകുന്ന ഇത്തരം കഥാപാത്രങ്ങളെ ഓർക്കാനും ധ്യാനിക്കാനും അനുസ്മരിക്കാനും നാം ശ്രമിക്കണം. ഇതിന്ന് പ്രത്യേകമായി ഓർക്കാനുള്ള കാരണം ഇന്ന് ഓഗസ്റ്റ് 27 കത്തോലിക്ക സഭ വിശുദ്ധ മോനിക്കയുടെ ദിനം ആഘോഷിക്കുകയാണ്. ജനനം മുതൽ വളരെ വിശുദ്ധിയായി ജനിച്ചു വളർന്ന മോനിക്ക അവളുടെ കൗമാരകാലത്തിൽ തൻ്റെ സ്വഭാവത്തിനും തൻ്റെ കുലത്തിനും മതത്തിനും വിരുദ്ധമായ പെട്രീഷ്യസ് എന്ന മനുഷ്യനെ വിവാഹം ചെയ്യാനായിട്ട് നിർബന്ധിതയാകുന്നു. തൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ടാണെങ്കിലും ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് തിരിച്ചറിഞ്ഞ് മോനിക്ക അയാളുടെ എല്ലാ അതിക്രമങ്ങളെയും അതിജീവിച്ച് അയാളോടൊത്ത് ജീവിക്കുകയാണ്. നീണ്ട 17 വർഷത്തെ ക്രൂരമായ ജീവിതത്തിന് ശേഷം ഒരിക്കൽ ഇവളുടെ സ്വഭാവവും ഇവളുടെ വിശുദ്ധിയും കണ്ട് പെട്രീഷ്യസ് ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നു. ജ്ഞാനസ്നാനം നേടി അയാൾ 1 വർഷത്തിന് ശേഷം മരണപ്പെടുമ്പോൾ ഏറ്റവും ശാന്തമായ മരണം അയാൾക്ക് ലഭിക്കുകയാണ്. അയാളെ വിശ്വാസ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ മോനിക്ക എടുത്തത് 17 നീണ്ട വർഷങ്ങളാണ്. അവളുടെ ദുരിതപർവം അവിടെയും തീരുന്നില്ല. അവൾക്ക് 3 മക്കളുണ്ടായി. വെർജീനിയൂസ്, അതുപോലെ പ്രപ്പത്തുവ, 3ാമത് അഗസ്റ്റിൻ. ഇതിൽ അഗസ്റ്റിനെ നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. ഇന്ന് കത്തോലിക്ക സഭയിലെ വലിയൊരു വിശുദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ തിരുനാളാണ് സഭ നാളെ ആഘോഷിക്കുന്നത്. പക്ഷേ ഈ വിശുദ്ധ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഒരു ഇരുണ്ട ഭൂതകാലം അഗസ്റ്റിനുണ്ട്. എല്ലാ തരത്തിലുമുള്ള കൊള്ളരുതായ്മകൾ ചെയ്ത് ദൈവമാർഗത്തിൽ നകന്ന്
കത്തോലിക്ക സഭയിൽ നിന്ന് പോലും അകന്ന് മരിക്കാൻ വിശ്വാസത്തിലേക്ക് പോയി. അയാൾക്ക് നിയമപരമല്ലാത്തൊരു ഭാര്യയുണ്ടായി, മകനുണ്ടായി. അയാൾ തൻ്റെ കൗമാരവും തൻ്റെ യൗവനവും എല്ലാത്തരം കൊള്ളരായ്മകളിലേക്കും വെച്ച് നീട്ടിയ ഒരാളാണ്. പക്ഷേ ഈ അമ്മയുടെ, മോനിക്കയുടെ നീണ്ട 13 വർഷത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം അയാൾ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു. ഇവരുടെയൊക്കെ ജീവിതം പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. 1-2 ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ അല്ല, നീണ്ട വർഷങ്ങളുടെ കാത്തിരിപ്പാണ്. നീണ്ട വർഷങ്ങൾ. 1 വർഷം കഴിഞ്ഞോ, 2 വർഷം കഴിഞ്ഞോ, 5 വർഷം കഴിഞ്ഞോ, 10 വർഷം കഴിഞ്ഞോ അവരുടെ മനസ്സൊന്ന് മടിച്ചിരുന്നെങ്കിൽ, അവർ ദൈവത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നടന്നിരുന്നെങ്കിൽ, ഇനി അനുഗ്രഹം വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ, വിശ്വാസം വേണ്ട എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ, നമ്മൾ ഇന്ന് ഓർക്കുന്ന വാഴ്ത്തുന്ന ഈ വിശുദ്ധരോ പ്രവാചകന്മാരോ പൂർവ്വപിതാക്കന്മാരോ നമുക്കുണ്ടാകുമായിരുന്നില്ല. പലപ്പോഴും ഈ പഠിച്ചവിട്ടി ഈ ദേവാലയത്തിലേക്ക് വരുമ്പോൾ മനസ്സ് മടുത്തിട്ടായിരിക്കും നമ്മൾ വരുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാനുള്ള ഓരോ ആഹ്വാനവും നമ്മൾ ഈ ബലിയിൽ നിന്ന് സ്വീകരിക്കുന്നുണ്ടെന്ന് ഓർക്കണം. ഗ്രീക്ക് ഭാഷയിൽ 2 വാക്കുകളുണ്ട്. ഒന്ന് ക്രോണോസ്, മറ്റൊന്ന് കൈറോസ്. ക്രോണോസിൻ്റെയും കൈറോസിൻ്റെയും വാക്കുകളുടെ അർത്ഥം ഒന്നാണ്, സമയം. പക്ഷെ ഇതിനുള്ള വ്യത്യാസം, ക്രോണോസ് എണ്ണാവുന്ന ഒരു സമയമാണ്. ദിവസം 24 മണിക്കൂർ, ഓരോ മണിക്കൂറിലും 60 മിനിറ്റ്, ഓരോ മിനിറ്റിലും 60 സെക്കൻഡ്, ഇങ്ങനെ എണ്ണാൻ കഴിയുന്ന സമയത്തെ ക്രോണോസ് എന്ന പദം സൂചിപ്പിക്കുന്നു. കെയ്റോസ് ഒരു മൊമെൻ്റാണ്. ഈ നിമിഷം ദൈവത്തിൻ്റെ അനുഗ്രഹം. നാളെ ഒരു നിമിഷം ദൈവത്തിൻ്റെ അനുഗ്രഹം. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കൃപകളും ലഭിക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ സമയത്തെയാണ് കെയ്റോസ് എന്ന് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെ എത്ര നേരം വന്നു, എത്ര സമയം ചെലവഴിച്ചു, എത്ര നാൾ കാത്തിരുന്നു എന്നതല്ല പ്രസക്തി. മറിച്ച് ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി, കർത്താവിൻ്റെ മൊമെൻറ്റിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഈ ബലിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളൊരു പ്രാർത്ഥന എപ്പോഴും മനസ്സിൽ ചേർക്കാം. കർത്താവെ, അങ്ങയുടെ നിമിഷത്തിന് വേണ്ടി, അങ്ങയുടെ തീരുമാനത്തിന് വേണ്ടി, അങ്ങയുടെ ഹിതത്തിന് വേണ്ടി കാത്തിരിക്കാനുള്ള കൃപയും അനുഗ്രഹവും എനിക്ക് നൽകണമേ എന്ന്. ചില വിശുദ്ധരുണ്ടായത്, ചില അപ്പോസ്തലന്മാരുണ്ടായത്, ചില പൂർവ്വപിതാക്കന്മാരും പ്രവാചകന്മാരും ഉണ്ടായത് അവർ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്നിട്ടാണ്. അപ്രകാരം നീണ്ട കാലഘട്ടങ്ങൾ വേണമെങ്കിലും നിന്റെ കൃപയ്ക്കായി ഞാൻ കാത്തിരിക്കാമെന്നുള്ള ഉറച്ച തീരുമാനം, എൻ്റെ മരണത്തിന് മുമ്പ് എന്നെ അങ്ങയുടെ കൃപ കാണിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം, അങ്ങയുടെ ഹിതത്തിന് വേണ്ടിയുള്ള എൻ്റെ കാത്തിരിപ്പ്, അങ്ങനെ തുടരാനുള്ള വിശ്വാസ കണ്ണു തുറക്കാൻ എന്നെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ചില നിർണായക നിമിഷങ്ങളെ തിരിച്ചറിയാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവം എൻ്റെ മുമ്പിൽ തെളിയുന്ന ആ തിരുനാളം കാണുവാനും ദർശിക്കുവാനും ആ വെളിച്ചത്തിൽ നടക്കുവാനുമുള്ള അനുഗ്രഹം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ കർത്താവേ, അങ്ങയുടെ നിമിഷം എൻ്റെ ഹൃദയത്തിലേക്ക് ചൊരിഞ്ഞ്, അങ്ങയുടെ അനുഗ്രഹവും കൃപയും എൻ്റെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ്, ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളും അനുഗ്രഹങ്ങളും എൻ്റെ ജീവിതത്തിൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നീണ്ട കാലയളവ് ഉണ്ടാകുമെന്നറിയാം. എന്നാലും ആ കാലയളവിൽ ഒരിക്കൽ പോലും അങ്ങയെ ഉപേക്ഷിക്കുവാനോ, അങ്ങയുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുവാനോ, അങ്ങയുടെ ഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുവാനോ എന്നെ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലിയിൽ ഭക്തിപൂർവ്വം നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം.